ചില സ്ഥലങ്ങളുണ്ട്, അവയെ നിർവചിക്കാൻ വാക്കുകൾ പര്യാപ്തമല്ലാതാവുന്നു. എല്ലാ സന്ദർഭവും ലഘുവും ഓരോ ഉദ്ധരണിയും അപര്യാപ്തവും ആണെന്ന് തോന്നും. യാതൊന്നിനെ അഭിവ്യക്തമാക്കാൻ ശബ്ദങ്ങൾക്ക് ആകുന്നില്ലയോ? എവിടെ മൗനം മാത്രം നിലനിൽക്കുന്നുവോ അതുമാത്രം അർത്ഥപൂർണമാകുന്നു. അഗാധമായ ഒരു ഉറപ്പ് പോലെ. ശാന്തികുഞ്ച് ഇതുപോലെയാണ്. സംസ്കാരവും ധർമ്മവും വിശ്വാസവും തത്വവും കൊണ്ട് നിർമ്മിച്ച ഈ യുഗതീർത്ഥം കേവലം ദേവഭൂമിയുടെ കമാനം മാത്രമല്ല, വിജ്ഞാനത്തിൻ്റെയും സസ്യങ്ങളുടെയും ധർമ്മത്തിൻ്റെയും ആത്മീയതയുടെയും സമ്പൂർണ്ണ ലോകമാണ്. യഥാർത്ഥ അർത്ഥത്തിൽ നോക്കിയാൽ ശാന്തികുഞ്ച് ഒരു ശബ്ദമല്ല, അതൊരു സ്ഥലമല്ല, മറിച്ച് അതൊരു ശക്തിയാണ്. തന്നുള്ളിൽ വലിയ ഊർജവും ജ്ഞാനവും പ്രകാശവും ഉൾക്കൊള്ളുന്നു. ശാന്തികുഞ്ചിനും അതിൻ്റേതായ ഒരു വികസന കഥയുണ്ട്. ഗംഗയുടെ മടിത്തട്ടിൽ കിളിർത്ത് വളർന്ന് തുടർച്ചയായ വികസനത്തിൻ്റെ പടവുകൾ കയറി ആര്യാവർത്തത്തിൻ്റെ പരമോന്നത തീർത്ഥത്തിൻ്റെ മഹത്വം കരസ്ഥമാക്കി. അതിൻ്റെ അടിത്തറ പാകിയത് എങ്ങനെ രൂപപ്പെട്ടു, എങ്ങനെ പുരാതന പ്രതാപം കൈവരിച്ചു, ഇതൊക്കെ അറിയുന്നത് കൗതുകം മാത്രമല്ല, ആ മഹാനായ യുഗപുരുഷന് പൂജ്യ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ സങ്കല്പവും നിഷ്ഠയും വ്യക്തിത്വവും അനുഭവിക്കൽ കൂടിയാണ്. ഇന്ന് നമ്മൾ ശാന്തികുഞ്ചിൻ്റെ സുവർണ ജൂബിലി വർഷം ആഘോഷിക്കുമ്പോൾ പിന്നെ ഇതിലും സന്തോഷകരമായ ഒരു സന്ദർഭം മറ്റേതാണ്. സനാതന ഹൈന്ദവ സംസ്കാരത്തിൽ തീർത്ഥങ്ങൾക്ക് എന്നും പ്രാധാന്യമുണ്ട്. തീർത്ഥം, അതായത് ഭാരതത്തിലെ മഹാഋഷിമാരുടെ സുദീർഘമായ തപസ്സിൻ്റെ ദിവ്യമായ പ്രാണശക്തിയാൽ സ്പന്ദിക്കുന്ന ഇത്തരം പവിത്ര സ്ഥലങ്ങൾ മനസ്സിൻ്റെയും ചിന്തകളുടെയും ആത്മാവിൻ്റെയും ശുദ്ധീകരണവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹിമാലയത്തിൻ്റെ തണലിലും ഗംഗാ മാതാവിൻ്റെ നിർമ്മല മടിത്തട്ടിലും സ്ഥിതി ചെയ്യുന്ന ഗായത്രി തീർത്ഥം ശാന്തികുഞ്ച് വൈദിക ഹിതത്തിൻ്റെ ഈ പരീക്ഷണത്തിന് പൂർണ്ണമായും യോജിക്കുന്നു. വേദമാത ഗായത്രിയുടെ വരദപുത്രനും ഈ യുഗത്തിലെ വിശ്വാമിത്രനുമായ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ ആത്മീയ തപശക്തിയുടെ അക്ഷയ കേന്ദ്രമായി വികസിപ്പിച്ചെടുത്ത നവയുഗത്തിലെ ഈ ഗംഗോത്രി വയം രാഷ്ട്രീയ ജാഗ്രമായ പുരോഹിതായുടെ വൈദിക ഋഷി പാരമ്പര്യത്തെ പ്രാവർത്തികമാക്കി ഭാരതത്തിൻ്റെ പുണ്യഭൂമിയെ മഹത്വത്തിൻ്റെ നെറുകയിലേക്ക് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1971 ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ ഹരിദ്വാർ ഋഷികേശ് റോഡിൽ ശാന്തികുഞ്ച് ഗായത്രി തീർത്ഥത്തിൻ്റെ ശിലാസ്ഥാപനം നടന്നു. ശിലാസ്ഥാപനത്തോടൊപ്പം നാം നന്നായാൽ യുഗം നന്നാവും, നാം മാറിയാൽ യുഗം മാറും എന്ന മുദ്രാവാക്യവുമായി പരമപൂജ്യ ഗുരുദേവൻ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി വിചാര വിപ്ലവ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അഗാധമായ ബോധത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ തീർത്ഥം ഇപ്പോഴും ജാതി, വിഭാഗീയ, സങ്കുചിത ചിന്തകൾ എന്നിവയ്ക്ക് അതീതമായി സ്വയം യഥാർത്ഥബോധമുള്ള ജീവിതം നയിക്കുന്ന ആളുകളെ പ്രചോദിപ്പിക്കുന്നു. രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ നൂതന പരീക്ഷണങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ അതുല്യമായ പരീക്ഷണശാലയാണ് ഈ തീർത്ഥാടനം. പുരോഗമനപരമായ ഈ ആശ്രമത്തിൽ ഒരു വശത്ത് പ്രാചീന ഗുരുകുലം പോലുള്ള അനുശാസനങ്ങൾ പരിപോഷിക്കപ്പെടുന്നു, മറുവശത്ത് ശാസ്ത്രത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഏകോപനത്തിൻ്റെ പരീക്ഷണങ്ങൾ നടക്കുന്നു. പരിശീലന ക്ലാസുകളിലൂടെയും കൗൺസിലിംഗ് സെക്ഷനുകളിലൂടെയും പരിശീലനവും അനുശാസനവും ഇവിടെ നടക്കുന്നു. ഇവയിൽ പങ്കെടുത്ത ആരും വെറും കൈയോടെ മടങ്ങാറില്ല. മഹർഷിമാരായ പതഞ്ജലി, ചരകൻ, ശുശ്രുതൻ, ധന്വന്തരി എന്നിവരുടെ പാരമ്പര്യമാണ് നമ്മളുടെ പാരമ്പര്യം. അവരുടെ പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാരാണ് നാം എല്ലാവരും അവരുടെ പ്രതിനിധികളും അവകാശികളുമാണ്. അതേ ഋഷി പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയാണ് ശാന്തികുഞ്ച്. ഇവിടെ സാധനയ്ക്കൊപ്പം വിദ്യാഭ്യാസം, ആരോഗ്യം, സ്വാശ്രയത്വം, പരിസ്ഥിതി സംരക്ഷണം, മഹിളാ ജാഗരണം, യുവജനങ്ങളുടെ ഉന്നമനത്തിനും ലഹരി ഉന്മൂലനം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ശാന്തികുഞ്ച് ആത്മീയ ബോധത്തിൻ്റെ ഉണർവിനായി മാത്രമല്ല പ്രവർത്തിക്കുന്നത്. ആ സത്യം നാം അനുഭവിച്ചറിഞ്ഞാലുടൻ നാം മനുഷ്യരാണെന്നതിൽ നമുക്ക് അഭിമാനം തോന്നുന്ന ആ സത്യം അംഗീകരിക്കുന്നതിലേക്ക് നമ്മെ നയിക്കുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യനെ മാനവികതയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമാണ് ശാന്തികുഞ്ച്. അവിടെ എല്ലാ മതത്തിലും വർഗത്തിലും പെട്ട ആളുകൾ വന്ന് സാധന ചെയ്യുകയും ആദർശ ജീവിതം നയിക്കുന്നതിനുള്ള പ്രശിക്ഷണം നേടുകയും ചെയ്യുന്നു. നിലവിൽ അഖില വിശ്വ ഗായത്രി പരിവാർ മേധാവിയായ
ആദരണീയ ശ്രീ പ്രണവ് പാണ്ഡ്യജിയുടെയും ആദരണീയ ശൈല ദീദിയുടെയും കാര്യക്ഷമമായ നേതൃത്വത്തിലും സ്നേഹനിർഭരമായ മാർഗനിർദ്ദേശത്തിലും പൂജ്യ ഗുരുദേവൻ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ 50 വർഷം മുമ്പ് സ്ഥാപിച്ച ഗായത്രി തീർത്ഥം ശാന്തികുഞ്ച് ഇന്ന് ഭാരതീയ സംസ്കാരത്തിൻ്റെയും വൈദിക വിജ്ഞാനത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും നവീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ശാന്തികുഞ്ചിൻ്റെ ജാഗ്രത യുഗ തീർത്ഥമാക്കിയതിൻ്റെ എല്ലാ പ്രത്യേകതകളെക്കുറിച്ചും നമുക്ക് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യും. സജല ശ്രദ്ധ, പ്രഖരപ്രജ്ഞ തീർത്ഥത്തിൻ്റെ സനാതന അടിസ്ഥാന ഘടകങ്ങളാണ്. എവിടെയാണോ ഋഷിമാരുടെ ദിവ്യ പ്രഭാവത്താൽ ഈ 2 ധാരകളും സമ്പുഷ്ടമാകുന്നത്, അവിടെയാണ് തീർത്ഥം വികസിക്കുന്നതും പ്രതിഷ്ഠിക്കപ്പെടുന്നതും. ഗായത്രി തീർത്ഥത്തിൻ്റെയും ഇതേ അടിസ്ഥാന ഘടകങ്ങളാണ്. ശാന്തികുഞ്ചിൻ്റെ പരിസരത്ത് പ്രഖരപ്രജ്ഞ സജല ശ്രദ്ധ രൂപത്തിൽ സ്ഥാപിച്ച ഈ ദിവ്യ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനും രക്ഷാധികാരിയുമായ പരമപൂജ്യ ഗുരുദേവൻ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയും അദ്ദേഹത്തിൻ്റെ അർദ്ധാംഗിനി വന്ദനീയ മാതാജി എന്ന് ഗായത്രി പരിവാറിൽ ആരാധിക്കപ്പെടുന്ന ഭഗവതി ദേവി ശർമ്മയും ഇന്നും അവരുടെ സൂക്ഷ്മ സാന്നിധ്യത്തെക്കുറിച്ച് ഗായത്രി പരിജനങ്ങളെ ബോധവാന്മാരാക്കുന്നു. ഗായത്രി പരിവാറിൻ്റെ പ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും അചഞ്ചലമായ വിശ്വാസം ഈ അധികാര സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മഹാപ്രയാണത്തിന് വർഷങ്ങൾക്ക് ശേഷവും ഋഷിസത്ത ഇപ്പോഴും സൂക്ഷ്മരൂപത്തിൽ അവരുടെ പക്കലുണ്ടെന്നും അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. അവരുടെ ജീവിതം ഉയർത്താൻ എപ്പോഴും തയ്യാറായ ഋഷി ദമ്പതികളുടെ സമാധി സ്ഥലത്ത് അവരുടെ ഗുരുസത്തയിൽ ഭാവപൂർണമായ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ ഗായത്രി പരിജനങ്ങൾ സുലഭമായ സ്ഥലമാണിത്. ഭാരതം എല്ലായ്പ്പോഴും അതിൻ്റെ മികച്ച മനഃശാസ്ത്ര മൂല്യങ്ങൾക്ക് പേരുകേട്ടതാണ്. മനഃശാസ്ത്രപരമായ മൂല്യങ്ങളുടെ ചാലകങ്ങളായി നമ്മുടെ ഋഷിമാർ യജ്ഞത്തിൻ്റെ പങ്ക് പ്രധാനമായി കണക്കാക്കപ്പെടുന്നു. യജ്ഞം ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറയായി കണക്കാക്കപ്പെടുന്നതിൻ്റെ കാരണം ഇതാണ്. ശാന്തികുഞ്ചിൽ വൈദിക സംസ്കൃതിയുടെ ഈ യജ്ഞസ്വരൂപത്തിനെ സാക്ഷാൽ ദർശനം സാധ്യമാണ്. ഈ ഗായത്രി തീർത്ഥത്തിലെ യജ്ഞശാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന അഖണ്ഡ ജ്യോതി കഴിഞ്ഞ അരനൂറ്റാണ്ട് മുതൽ സ്ഥാപിതമാണ് എന്നതാണ്. ഈ അഗ്നി കൊണ്ട് ശാന്തികുഞ്ച് സ്ഥാപിച്ചതു മുതൽ ഇന്നുവരെ നിത്യവും യജ്ഞം നടത്തുന്നു. എല്ലാ ദിവസവും 100 കണക്കിന് ഗായത്രി കുടുംബാംഗങ്ങൾ ഈ വിശുദ്ധ യജ്ഞഭൂമിയിൽ ശോഭനമായ ഭാവിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളോടെ തങ്ങളുടെ ആഹുതികൾ അർപ്പിക്കപ്പെടുകയും യജ്ഞപൂർണമായ ജീവിതശൈലിയിൽ പരിശീലനം നേടുകയും ചെയ്യുന്നു. പരമ പൂജ്യ ഗുരുദേവൻ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ തൻ്റെ ഹിമാലയ യാത്രയെക്കുറിച്ച് വിജനതയിലെ സഹചാരികൾ ഉൾപ്പെടെ പല പുസ്തകങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഹിമാലയത്തിൻ്റെ സാധനാനിരതരായ സപ്തഋഷികളുമായുള്ള സംഭാഷണത്തിൻ്റെ വിവരണങ്ങളും ഈ യാത്രയിലുണ്ട്. ഈ സപ്തഋഷിമാർ തങ്ങളുടെ പൂർത്തിയാവാതെ പോയ പ്രവർത്തനങ്ങളെ ഗുരുദേവൻ്റെ ചുമലിലേൽപ്പിച്ചു. അത് വേഗത്തിലാക്കാൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. ആചാര്യ ശ്രീ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് സമ്പൂർണ്ണ തർപ്പണം ചെയ്തു. ശാന്തികുഞ്ചിൽ നിന്ന് സപ്തർഷിമാരുടെ മുന്നേറ്റങ്ങൾക്ക് പ്രകൃതി നൽകുകയും അവരുടെ ഓർമ്മയ്ക്കായി അവരുടെ പ്രാണപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അതിനെ ആശ്രമത്തിലെ സപ്തർഷി ക്ഷേത്രം എന്ന് വിളിക്കുന്നു. ഈ ഋഷിമാരെല്ലാം ഇവിടെ സൂക്ഷ്മമായ രൂപത്തിലുണ്ടെന്നും അവരെല്ലാം ശക്തിയും സംരക്ഷണവും നൽകുന്നുവെന്നും ഗായത്രി കുടുംബാംഗങ്ങൾ വിശ്വസിക്കുന്നു. സനാതന ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ആത്മീയ ജീവിതശൈലിയിൽ ദേവദർശനം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. തങ്ങളുടെ ഇഷ്ട ആരാധ്യ ദേവതയുടെ ഗുണങ്ങളെ സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ സദാ പ്രേരണ നേടുകയും അവരിൽ നിന്നുള്ള അനുഗ്രഹം നേടുകയുമാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം. ഗായത്രി മന്ദിരം ഈ ദിവ്യ പ്രചോദനം നൽകുന്നു. ഗായത്രി ക്ഷേത്രത്തിനോട് ചേർന്ന് വഴിതെറ്റിയ ദേവതകൾ എന്ന ഒരു ക്ഷേത്രവുമുണ്ട്. മനുഷ്യർ പ്രത്യക്ഷ ദേവതകളാണെന്നും അവരുടെ സദ്ഗുണങ്ങളും ആത്മശക്തികളും ഉണർത്തുന്നതിലൂടെ അവർ ദേവതുല്യരാകുമെന്നും ആചാര്യശ്രീയും തൻ്റെ അതിസംബോധനയിൽ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ എഴുതിയിരിക്കുന്ന സൂക്തങ്ങൾ സ്വതസിദ്ധമായ ആത്മപരിശോധനയ്ക്ക് എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നു. പരമ പൂജ്യ ഗുരുദേവൻ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ തൻ്റെ ഹിമാലയവാസിയായ ഗുരുദേവൻ്റെ നിർദ്ദേശപ്രകാരം 15-ാം വയസ്സിൽ ഈ വിശുദ്ധ അഖണ്ഡദീപം കൊളുത്തി. 1926 വസന്ത പഞ്ചമി നാളിൽ തെളിയിച്ച ഈ അഖണ്ഡദീപം ഇപ്പോഴും അതിൻ്റെ ദിവ്യപ്രകാശം പരത്തുന്നു. ആചാര്യൻ ഈ പവിത്ര അഖണ്ഡദീപത്തിൻ്റെ സാന്നിധ്യത്തിൽ 24 ലക്ഷം ഗായത്രി മന്ത്രം 24 തവണ ജപിച്ച് വിശാല ഗായത്രി പരിവാറിന് അടിത്തറ പാകി.
ആചാര്യജി വിശാല ഗായത്രി പരിവാറിൻ്റെ എല്ലാ ഉപലബ്ധികൾക്കും മൂല്യ സ്രോതസ്സ് ഈ അഖണ്ഡ ദീപമാണെന്ന് സങ്കല്പിക്കുന്നു. ഈ അഖണ്ഡ ജ്യോതിയുടെ ദർശനം മനസ്സിന് ദൈവികമായ പ്രചോദനവും ശക്തിയും നൽകുമെന്ന് ഇവിടെയെത്തുന്ന ഭക്തർ. ദേവാത്മ ഹിമാലയ ക്ഷേത്രം ശാന്തികുഞ്ചിൻ്റെ ഒരു സവിശേഷ സ്ഥാപനമാണ്. ദേവഭൂമി ഉത്തരാഖണ്ഡിലെ 4 ധാമുകൾ, പഞ്ചപ്രയാഗ്, ഗംഗ, യമുനയുടെ പുണ്യധാരകൾ എന്നിവയുടെ മനോഹരമായ ദർശനം ഇവിടെയുണ്ട്. സനാതന ഹിന്ദു സംസ്കാരത്തിൽ ലോകത്തിൻ്റെ ആത്മീയ ഊർജത്തിൻ്റെ മൂലകേന്ദ്രമായി ഇത് കണക്കാക്കപ്പെടുന്നു. ശ്രേഷ്ഠ ഋഷിമാരെല്ലാവരും തന്നെ ഇവിടെ സനാതനകാലം മുതൽ തപസ്സനുഷ്ഠിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ആത്മീയ അന്വേഷകരെ ഹിമാലയം എപ്പോഴും ആകർഷിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ആചാര്യജി തൻ്റെ ഹിമാലയൻ ഗുരുവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ജീവിതത്തിൽ പലതവണ ഹിമാലയം സന്ദർശിച്ചു. ആത്മീയ വിഭൂതികളുടെ ദിവ്യ സമ്പത്തുമായി മടങ്ങി. ആത്മീയ പാതയിലുള്ള ഓരോ സഞ്ചാരിയും ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിക്കണമെന്ന് ആചാര്യജി പറയുന്നു. ഇതിലൂടെ സാധകൻ്റെ ആന്തരിക ആത്മാവിന് ദിവ്യശക്തികളുടെ പോഷണം ലഭിക്കുന്നു. ശാന്തികുഞ്ചിൽ ഹിമാലയം സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശവും ഇതാണ്. ഇവിടെയുള്ള ഹരിതിമ ദേവാലയം വളരെ സവിശേഷമായ ഒരു ക്ഷേത്രമാണ്. അവിടെ ദേവപ്രതിമകൾക്ക് പകരം ചുറ്റും വിവിധതരം മരങ്ങളും ചെടികളുമാണ് ഉള്ളത്. ഇത് സന്ദർശകർക്ക് പ്രകൃതിയുടെ അതുല്യമായ സൗന്ദര്യം മാത്രമല്ല, ഭൂമിയെ ഹരിതാഭമാക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഒരു തൈ പ്രസാദമായി നൽകുന്നുവെന്നതും ഹരിതിമ ദേവാലയത്തിൻ്റെ പ്രത്യേകതയാണ്. തരുപ്രസാദ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1970 ഗുരുദേവൻ തന്നെ നിർമ്മിച്ചതാണ് ഇത്. ഗുരുദേവൻ പറയുമായിരുന്നു, യഥാർത്ഥ ദേവാലയം ജനജാഗരണ കേന്ദ്രങ്ങൾ ആകണമെന്ന്. ഹരിതിമ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിനു പിന്നിലെ ഉദ്ദേശവും ഇതുതന്നെയാണ്. വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അപൂർവമായ നിരവധി ഔഷധ സസ്യങ്ങൾ ഹരിതിമ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ അവയുടെ വിശദ വിവരങ്ങൾ നൽകുന്നതോടൊപ്പം ഉപയോഗരീതിയിൽ ശരിയായ പരിശീലനവും നൽകുന്നു. വില കുറഞ്ഞതും സാർവത്രികവുമായ ഈ ഔഷധ സസ്യങ്ങൾ കഴിച്ചുകൊണ്ട് എങ്ങനെ പൂർണ്ണ ആരോഗ്യമുള്ളവരായിരിക്കാമെന്നും ആളുകളെ ഉത്ബോധിപ്പിക്കുന്നു. യുഗദൃഷ്ടാവ് മനീഷി ഗുരുദേവൻ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ എപ്പോഴും പറയുമായിരുന്നു, നല്ല പുസ്തകങ്ങൾ ജീവിക്കുന്ന ദേവപ്രതിമകളാണെന്ന്. അവയെ ആരാധിക്കുന്നത് തൽക്ഷണ പ്രകാശവും സന്തോഷവും നൽകുന്നു. ഈ വീക്ഷണകോണിൽ നിന്നാണ് ഗുരുദേവൻ വിചാര വിപ്ലവത്തിൻ്റെ പ്രചരണം ആരംഭിച്ചത്. പരമപൂജ്യ ഗുരുദേവൻ പറയുമായിരുന്നു, ഞാൻ ഇല്ലാതായാലും ഞാൻ എഴുതിയ വിശുദ്ധ സാഹിത്യത്തിൽ എൻ്റെ യഥാർത്ഥ രൂപം കാണാൻ കഴിയുമെന്ന്. തൻ്റെ ജീവിതത്തിൻ്റെ 80 വർഷങ്ങളിൽ ഗുരുദേവൻ തൻ്റെ ഭാരത്തേക്കാൾ ഭാരമുള്ള സാഹിത്യം രചിച്ചു. ഗുരുദേവൻ രചിച്ച സമ്പന്നമായ സാഹിത്യം ചിത്രങ്ങളിലൂടെ ചുരുക്കത്തിൽ മനസ്സിലാക്കാനുള്ള അവസരം ദേവസംസ്കൃതി ദിഗ്ദർശനം പ്രദർശനത്തിൽ ലഭ്യമാണ്. എല്ലാ മാനസികാവസ്ഥയിലും സാഹചര്യത്തിലുമുള്ള ആളുകളെ നയിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന 3200-ലധികം പുസ്തകങ്ങൾ ഹിന്ദി, ഇംഗ്ലീഷ്, മറ്റ് പ്രാദേശിക ഭാഷകൾ എന്നിവയിലായി ഉണ്ട്. മനുഷ്യൻ്റെ ഭാവി അവൻ യഥാർത്ഥ ശാസ്ത്രീയവും യഥാർത്ഥ ആത്മീയവും ആവുന്നതിൽ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ധർമ്മത്തിൽ നിന്ന് ശാസ്ത്രം മാനവികത പഠിക്കേണ്ടിയിടത്ത് ധർമ്മരംഗത്ത് ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കേണ്ടതുമുണ്ട്. പരമപൂജ്യ ഗുരുദേവൻ പുതിയ കാലഘട്ടത്തിൽ ഈ ആവശ്യവും മാനദണ്ഡവും നന്നായി മനസ്സിലാക്കിയിരുന്നു. ജീവിതം ആത്മീയവും ഭൗതികവുമായ ഘടകങ്ങളാൽ നിർമ്മിതമാണെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു. അതിനാൽ ശാസ്ത്രവും ആത്മീയതയും പരസ്പരം വേറിട്ടതല്ല, പരസ്പര പൂരകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ധർമ്മത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ പരീക്ഷണശാലയിൽ മാറ്റുരയ്ക്കുന്നതിനു വേണ്ടി 1979 ബ്രഹ്മവർച്ചസ് ഗവേഷണ കേന്ദ്രത്തിന് അടിത്തറ പാകി. അതിൻ്റെ അതുല്യതയും അദ്വിതീയതയും കൊണ്ട് ഇന്ന് ബ്രഹ്മവർച്ചസ് ഗവേഷണ കേന്ദ്രം വിശ്വപ്രസിദ്ധമായിരിക്കുന്നു. ആദരണീയനായ ഡോക്ടർ പ്രണവ് പാണ്ഡ്യ അതിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ള അർപ്പണബോധമുള്ള ധാരാളം ഗവേഷകർ ഇപ്പോഴും ശാസ്ത്രീയ ആത്മീയതയെക്കുറിച്ചുള്ള ഗവേഷണത്തിലും എഡിറ്റിങ്ങിലും ഏർപ്പെട്ടിരിക്കുന്നു. യജ്ഞശാസ്ത്രത്തെക്കുറിച്ചുള്ള പ്രധാന ഗവേഷണം ഈ സ്ഥാപനത്തിൻ്റെ ഒരു വലിയ നേട്ടമാണ്. ഇവിടെ യജ്ഞത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജം, മന്ത്രശക്തി, ധ്യാന സാധകരുടെ മസ്തിഷ്ക തരംഗങ്ങൾ, ബയോ ഇലക്ട്രിസിറ്റി തുടങ്ങിയവയിൽ ഉണ്ടാകുന്ന പ്രഭാവങ്ങൾ പരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. 7-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ വിഖ്യാത ചൈനീസ് സഞ്ചാരി ഹ്യൂങ് സാങ് തൻ്റെ യാത്രാ വിവരണത്തിൽ എഴുതിയിരിക്കുന്നത് ഇന്ത്യയുടെ ഭാഗധേയം അതിലെ സ്കൂളുകളിലെയും സർവകലാശാലകളിലെയും ക്ലാസ് മുറികളിലാണ് എന്നാണ്. രാജ്യത്തെ യുവാക്കളുടെ ബൗദ്ധിക ശേഷിക്കൊപ്പം ധാർമ്മികവും സാംസ്കാരികവും മാനവികവുമായ മൂല്യബോധവും
വളർത്തിയെടുക്കണമെന്ന് പരമപൂജ്യ ഗുരുദേവൻ വിശ്വസിച്ചു. മികച്ച പൗരൻ, തീവ്ര ദേശസ്നേഹി, വിഷയവിദഗ്ധൻ എന്നിവയോടൊപ്പം മഹാമാനവരെ സൃഷ്ടിക്കുക എന്ന പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ദിവ്യ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് 2002 ഏപ്രിൽ 11 ദേവ സംസ്കൃതി വിശ്വവിദ്യാലയം സ്ഥാപിതമായി. ആധാരശില ഇട്ടതിനോടൊപ്പം അവിടെ എഞ്ചിനീയറും ഡോക്ടറും ശാസ്ത്രജ്ഞനും പണ്ഡിതന്മാരും മാത്രമല്ല, സ്വഭാവശോഭയുള്ളവരും കർത്തവ്യബോധമുള്ളവരും മൂല്യവത്തായവരുമായ വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാനും തീരുമാനമായി. ഇന്ന് ഈ വിശ്വവിദ്യാലയം കേവലം അറിവിൻ്റെ നിലവാരം സാക്ഷ്യപ്പെടുത്തി ബിരുദങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനം മാത്രമല്ല, അത് നല്ല സുയോഗ്യരായ സ്വഭാവ വൈശിഷ്ട്യമുള്ള വിദ്യാർത്ഥികളുടെ ഒരു നഴ്സറിയാണ്.